ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ഫുൾ എ പ്ലസ് ഇൻ 10th. ഇനി നിങ്ങൾ SLC-ലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷുവറായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് വേണ്ട, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വെക്കേഷൻ ആവുമല്ലോ 10th-ലെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ആസ് എ ഫുൾ എ പ്ലസ് സ്റ്റുഡൻറ്റ്. ഞാൻ ഒരു ഫുൾ എ പ്ലസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ 10th-ൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഐപാഡിൽ. ഫസ്റ്റ് ഞാൻ പറയാനുള്ളത് പ്രോപ്പർ ഗൈഡൻസ് വേണം. അതായത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അതായത് ഇപ്പം നിങ്ങൾ സ്കൂൾ തുറന്നിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്കൂൾ തുറന്നിട്ട് പഠിക്കുക. സ്കൂൾ തുറന്ന് പഠിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ ട്യൂഷന് പോകുന്ന ഒരുപാട് പേരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. പക്ഷെ പഠിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 10th-ൽ ഫുൾ എ പ്ലസ് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്കൂൾ തുറന്നാൽ ടീച്ചേഴ്സ് പറയുന്ന അന്നു കോൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകും. ട്യൂഷൻ ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ട്യൂഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്താണ് കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ കുറച്ച് നേരത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പം തന്നെ പോയി ഒക്കെ തുടങ്ങാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ഓൺലൈന് എല്ലാ ബാച്ചസും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സിലബസ് മാറിയിട്ടുണ്ടായിരുന്നില്ല, സെയിം സിലബസ് ആയിരുന്നു. ബട്ട് നിങ്ങളുടെ സിലബസ് മാറിയിട്ടുണ്ടായിരുന്നല്ലോ 10th-ൽ, കുറച്ച് ടഫാണല്ലോ. PYQ എന്ന് പറയുമ്പോൾ ഒരു 1 ഇയറിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ PYQs ഞാൻ അങ്ങനെ PYQs നോക്കിയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് എത്രയോ PYQs അവൈലബിൾ ആയിട്ടും ഞാൻ അത്ര ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ക്ലാസ് എന്നെ സൈലം ബാച്ചിലുണ്ടായിരുന്നു. പിന്നെ പലർക്കും വരുന്ന ഡൗട്ടാണ്, വെക്കേഷനിൽ പഠിക്കണോ, വെക്കേഷനിൽ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടില്ല എന്നൊക്കെ. ഞാൻ വെക്കേഷനിൽ പഠിച്ചിരുന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് സ്കൂൾ തുടങ്ങിയത്, അതായത് ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്കൂളായിരുന്നു 10th-ൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും എങ്കിൽ പോലും ഞാൻ സെക്കൻഡ് ബാച്ച്, സൈലത്തിലെ സെക്കൻഡ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പേടിയായി. 10th-ൽ ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് അത് ഭയങ്കര കാര്യമാണ്. കാരണം എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമാണ് 10th-ൽ ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ശേഷം കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ റിസൾട്ട് വന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിലെ തന്നെ ഭയങ്കര രസമുള്ള ദിവസങ്ങളായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് നേടണമെന്നുണ്ടെങ്കിൽ, ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നമുക്കൊരിക്കലും നമ്മൾ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഫുൾ എ പ്ലസ് ആണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇത് എന്താണ്, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് എന്തോ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വെച്ചിരിക്കുകയാണ് ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത്. +1 +2-ലെ റിസൾട്ട് വന്നാൽ പോലും ആരും ഇതുപോലെ ചോദിക്കില്ല. പക്ഷേ 10th റിസൾട്ട് വന്നാൽ എവിടുന്നൊക്കെയോ ആരൊക്കെയോ അറിയാത്തവർ പോലും നമ്മളോട് ചോദിക്കും. സ്വാഭാവികമാണ്. കാരണം എന്താ, ഇത് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും. ഫുൾ എ പ്ലസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാൽ, ഞങ്ങളുടെ സ്കൂളായ 10th വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഒരു അഭിമാനത്തോടെ പോരാൻ പറ്റിയത് ഈ ഒരു ഫുൾ എ പ്ലസ് കിട്ടി ആ സ്കൂളിൻ്റെ മുന്നിൽ ഒരു ഫോട്ടോ വെച്ചിട്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ഫീലിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്കിപ്പോൾ ട്യൂഷൻ പോകുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ സ്കൂൾ പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂള് മെയ് ലാസ്റ്റ് ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെക്കേഷനിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. 10th-ലേക്ക് പോകുന്നതിൻ്റെ ഒരു പേടി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എന്ത് വന്നാലും ഫുൾ എ പ്ലസ് നേടണം, അത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്ന് പഠിച്ചതാണ് ഞാൻ ഫുൾ എ പ്ലസിന്. അതായത് ഞാൻ എന്നും പഠിക്കുമായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. എന്നും പഠിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പൊതുവെ എക്സാംസിൻ്റെ തലേന്നാണ് പഠിക്കാറുള്ളത്. അതായത് ക്ലാസ് ടെസ്റ്റസ് ഉണ്ടാവും 10th-ൽ. ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറയുമ്പോൾ എല്ലാ മന്ത്ലി എക്സാം ഉണ്ട്. അല്ല, 10th-ൽ എന്നല്ല, എല്ലാ ക്ലാസ്സിലും ഉണ്ട്, പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാ എക്സാംസിനും പഠിക്കും, അതാണ് മെയിൻ തിങ്. അതായത് ഒരു ക്ലാസ് ടെസ്റ്റിന് പോലും ആണെങ്കിലും ഞാൻ പഠിക്കാതിരിക്കില്ല, എല്ലാ എക്സാംസിനും പഠിക്കും. +1-ൽ എത്തിയപ്പോഴാണ് കുറച്ച് കുറഞ്ഞത് കേട്ടോ. ഓരോ സബ്ജക്ട്സിനെ കുറിച്ച് പറയാം. സെക്കൻഡ് ലാംഗ്വേജസ് പറയാം. മലയാളത്തിൽ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ ഏതാ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്, അതായത് അറബി, സംസ്കൃത്, ഉറുദു അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ.
ഞാൻ മലയാളം തന്നെ ആയിരുന്നു. അപ്പോൾ മലയാളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം പൊതുവെ എല്ലാവർക്കും ഈസിയാണ്. പിന്നെ ഈസി അല്ലാത്തത് CBSE പഠിച്ച് സ്റ്റേറ്റിലോട്ട് വരുന്നവർക്കായിരിക്കും. അവർക്ക് മാത്രമല്ല ടഫ് ഉണ്ടാവുക. എഴുതാൻ കുറച്ച് പ്രോബ്ലം, എഴുതാൻ ടൈം കൂടുതൽ വേണ്ടവർക്ക്, അല്ലെങ്കിൽ കണ്ടന്റ് കുറേ ഓർത്ത് എടുത്ത് നമുക്ക് അങ്ങനെ ആലോചിച്ച് കിട്ടണം എന്നുള്ളവർക്കും കുറച്ച് ടഫായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വെക്കേഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതിങ്ങാണ്ട് നിങ്ങൾ കുറേ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങളുടെ സ്കൂളെന്ന് വെച്ചാൽ ഞങ്ങളെ മലയാളം ടീച്ചർ എന്നും എക്സാം ആയിരിക്കും. അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞു പിന്നെ എക്സാം, അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ എല്ലാ ചാപ്റ്ററും പെട്ടെന്ന് കഴിഞ്ഞത് മലയാളമായിരുന്നു. ഫുൾ ഓഫ് എക്സാംസ് ആയിരുന്നു. മലയാളത്തിന് ഭയങ്കര സ്പീഡായിട്ട് എനിക്ക് എഴുതാൻ. ഇപ്പോൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പ്ലസ് വണ്ണിലെത്തിയപ്പോൾ അങ്ങനെ നോട്ടൊന്നും എഴുതാറില്ല, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് എഴുതാൻ വയ്ക്കും മലയാളം. ടീച്ചർ തന്നെ പറയും മലയാളം ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ട് ഞാൻ കുറേ എഴുതി വെക്കും. കുറേ എഴുതി വെക്കുക, പക്ഷെ കണ്ടന്റ് വേണം കേട്ടോ. അതായത് എൻ്റെ കണ്ടന്റും ഉണ്ടാവും, പക്ഷെ ഞാൻ കുറേ എഴുതി വെക്കും ചെയ്യും. ചാപ്റ്ററിനെ കുറിച്ചിട്ട് തന്നെ എഴുതി വെക്കുക. അങ്ങനെ നമ്മൾ മെയിനായിട്ട് ചാപ്റ്റർ തന്നെ വായിക്കുന്നുണ്ട്. ചാപ്റ്ററിലെ ഓരോ ക്യാരക്ടേഴ്സ് ആൻഡ് ഫോർമാറ്റ് മെയിനാണ് കേട്ടോ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഹെഡിങ് കണ്ടുകൊടുത്ത ഹെഡിങ് നമ്മൾ എഴുതണം. ആൻഡ് എനിക്ക് തോന്നുന്നു മുഖപ്രസംഗത്തിന് ഫോർമാറ്റ് ഉണ്ടെന്ന് ഞങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ പോലെ എഴുതണം എന്നൊക്കെ. അപ്പോൾ എഡിറ്റോറിയൽ അതിൽ ഫോർമാറ്റ് വേണം തോന്നുന്നു. ചില സ്കൂളിൽ അത് പറഞ്ഞു തരുന്നില്ല. ഞങ്ങളിപ്പോൾ പ്ലസ് വണ്ണിൽ എത്തിയപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു മുഖപ്രസംഗത്തിന് ഫോർമാറ്റ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താ പറഞ്ഞാൽ അത് ഫോളോ ചെയ്ത് പോവുക. ഇംഗ്ലീഷ് 9th പഠിച്ച ഗ്രാമർ തന്നെയാണ് 10th പക്ഷേ നിങ്ങൾ ഗ്രാമറിനായിട്ട് ഒരു ബുക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രാമർ, അതിൻ്റെ ഫോർമാറ്റ്, ഡയറി എല്ലാത്തിൻ്റെയും ഫോർമാറ്റ്സ് നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കും ഇപ്പം തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ബാച്ചിലോ അല്ലെങ്കിൽ ട്യൂഷനിലോ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് ഫോളോ ചെയ്യാം. നമ്മൾ ഇപ്പം തന്നെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലെത്തുമ്പോൾ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്കങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ക്ലാസ് കണ്ടിട്ട് ഒരു നോട്ട് അതിനായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് എൻ്റെ ഗ്രാമർ, ഫോർമുലാസ് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രാമർ സെറ്റ് ചെയ്യുക. അതായത് ടെൻസുകൾ 12 ടെൻസുകൾ, ഇറഗുലർ വേർബ്സിൻ്റെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസുകൾ പഠിച്ചു വെക്കാം. അത് എന്താണ് നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു ഇംഗ്ലീഷിന്, ആ പ്രൈവറ്റ് സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത്. ആ സ്കൂളിലുണ്ടായിരുന്ന സാർ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ എന്നും 5 വീതം ഇറഗുലർ വേർബ്സിൻ്റെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസ് പഠിപ്പിച്ചു തന്നിരുന്നു. ഇപ്പോഴും എൻ്റെ അടുത്ത് ആ നോട്ടുണ്ട്. ആ നോട്ട് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും പഠിക്കാറുള്ളത്. അതിൽ കുറച്ച് റെഗുലർ വേർബ്സ് ഉണ്ട്. അതിന് തന്നെയാണ് ഏകദേശം വരാറുള്ളത് തോന്നുന്നു റിപ്പോർട്ടർ സ്പീച്ചിൽ കേട്ടോ. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിന് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് ഇത്. അതാണ് ഇംഗ്ലീഷിൻ്റെ കേസിൽ എനിക്ക് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഹിന്ദി. ഞാൻ ഫസ്റ്റൊക്കെ കരുതുന്നത് എനിക്ക് വലിയ കുഴപ്പമില്ല, ഈസിയുള്ള സബ്ജക്റ്റാണ് എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ടീച്ചർ മാറി. ടീച്ചർ എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ മാർക്ക് ഓർക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് എൻ്റെ 10th ജീവിതം എന്ന് പറയുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതായത് ടീച്ചർ പുതിയത് വന്നതാണ്. ആ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ സ്പെല്ലിംഗ് മിസ്റ്റേക്സിനൊക്കെ മാർക്ക് ഓർക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഹിന്ദി എന്ന് പറയുമ്പോൾ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ കുറക്കുക. എഴുതി പഠിക്കാൻ എത്ര ടൈം പോകും. ഞാൻ എഴുതൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി പഠിക്കണമെന്നല്ല കേട്ടോ. പക്ഷെ ഞാൻ എഴുതൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹിന്ദി ബുക്ക് നന്നായിട്ട് വായിക്കും. ലാംഗ്വേജസ് മെയിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഇങ്ങനെ വായിച്ചു പോയിരുന്നു. എക്സാമിന് തലേന്ന് വായിക്കും. ആൻഡ് മാത്രമല്ല ഫോർമാറ്റ്സ്, ഹിന്ദിയിലാണ് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഹിന്ദിയിൽ ഫോർമാറ്റ്സ് ഞാൻ എഴുതി വെക്കും. ഫസ്റ്റ് ഹിന്ദിയിൽ ഗ്രാമർ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹിന്ദിയിലെ ഗ്രാമർ കുറച്ച് ഗ്രാമേഴ്സ് തന്നെ ഉള്ളൂ. ഹിന്ദിയിലെ ഗ്രാമർ പഠിക്കാനും വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഇംഗ്ലീഷിൻ്റെ അത്രയും ഹിന്ദിയുടെ ഗ്രാമർ കുറച്ചും കൂടി ഈസിയാണ് ഇംഗ്ലീഷിനെ വെച്ച് നോക്കുമ്പോൾ. ഫോർമാറ്റ്സ് എഴുതി വെക്കാം. ഫോർമാറ്റ്സ് എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ മെയിനായിട്ട് ടിപ്സും ട്രിക്സും ആണ് ഫോളോ ചെയ്യാൻ വേണ്ടി പോകാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൈലം ഒഴികെയുള്ള ക്ലാസ്സുകൾ നോക്കാറുള്ളതും. അതായത് ടിപ്സും ട്രിക്സും കിട്ടിയാലാണ് എനിക്ക് ഒരു ഇത് കിട്ടുക. എനിക്ക് അങ്ങനെ വെച്ച് പഠിക്കുന്ന കുറച്ചും കൂടി ഇഷ്ടം. നമ്മൾ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചേഴ്സിനെ തരും ഓരോ നമ്മളെ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് അവരുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ ഉണ്ടാവില്ല. അതിലൊരു നമുക്ക് പറ്റുന്നത്ര ഒരു 10 പോയിന്റ്സ് മാക്സിമം
അതൊരു 10 ലൈനായിട്ട് പോയിന്റ് വൈസ് ആക്കി എഴുതിക്കാം. എഴുതി വെച്ചിട്ട് നമ്മളത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ തിങ്. ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. SLC പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന യൂട്യൂബ് ചാനൽസ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് പറ്റുന്ന യൂട്യൂബ് ചാനൽസ്, ഞാൻ 10th ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന യൂട്യൂബ് ചാനൽസാണ് ഞാൻ പറയാൻ പോകുന്നത്.